ഞായറാഴ്ചയാണെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് ലീവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഏട്ടൻ ചിക്കനും കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ പെരിഞ്ചീരകം, കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു 2 പിടി മല്ലിയും കുറച്ചൊരു 10-15 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കണേക്കാളും ഇങ്ങനെ മല്ലി, മുളകൊക്കെ ഇട്ട് വെക്കുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ വറുത്തതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിലോട്ട് ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് കടുകും കരുവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ചിക്കൻ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിരിക്കുന്നതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയും മുളകും അതിനൊപ്പം തന്നെ കുറച്ച് ഒരു പിടിയോളം ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട്, ചെറിയുള്ളി ഇഞ്ചി വേണം കേട്ടോ. നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. അത് ഞാൻ വെക്കണ ഒരു സ്റ്റൈലാണ് വറുത്തരച്ച ചിക്കൻ കറി. എല്ലാവരും എങ്ങനെയാണോ വെക്കുകയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഞാൻ സവാള ചേർക്കാതെയാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ ഫുള്ളും ചെറിയുള്ളി ചേർത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കണത്. ഇതുപോലെ ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ മിക്സിയിൽ അരിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയുള്ളിയും ഇഞ്ചിയും അതുപോലെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആവണമെന്നൊന്നും ഇല്ല. ഒരു ഇത്തിരി ക്രഷുള്ള സമയത്ത് തന്നെ മാറ്റിയിട്ട് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ കറിയൊക്കെ റെഡിയാവണ സമയം കൊണ്ട് ഞാനിവിടെ കാടക്കോഴിക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി തേച്ച് പിടിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കാടക്കോഴീനും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇന്നത്തെ സ്പെഷ്യൽ കാടക്കോഴിയും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ കാടക്കുട്ടന്മാരെയൊക്കെ ഒന്ന് വറുത്തെടുക്കണ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ വറ്റി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കറിയുടെ പകുതി കാണാനില്ല. തിളച്ച് റെഡി ആവണ സമയം കൊണ്ടേ പകുതി കറിയൊക്കെ ഏട്ടന് പുറത്ത് ആർക്കോ കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര കറിയെ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ കേട്ടോ ഇവിടെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കും. ഇവർ ചോദിക്കാതെ വന്നങ്ങ് എടുത്തിട്ട് പോകും കേട്ടോ. പിന്നെ ഉള്ളതും കൊണ്ട് നമുക്ക് ഓണം പോലെ എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. കാടക്കുട്ടന്മാരൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒതുങ്ങി കിടക്കണ കാടക്കോഴികളൊക്കെ ഇപ്പോൾ ഷോക്ക് അടിച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് ഇത്രയുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.